പെരുവന്താനം പഞ്ചായത്തിൽ മഞ്ഞപ്പിത്തം പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ രോഗം കൂടുതൽ പേരിലേക്ക് പടരുന്നത് പ്രതിരോധിക്കുവാനുള്ള പ്രവർത്തനം കൂടുതൽ ഊർജിതമാക്കുന്നതിനായി പെരുവന്താനം ഗ്രാമപഞ്ചായത്തിൽ അടിയന്തര യോഗം ചേർന്നു. പഞ്ചായത്തിലെ 1-2 വാർഡുകളിലാണ് പകർച്ചവ്യാധി പടർന്നു പിടിച്ചിരിക്കുന്നത്. പഞ്ചായത്ത് പ്രസിഡന്റ് KR വിജയന്റെ അധ്യക്ഷതയിലാണ് യോഗം ചേർന്നത്. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോൺ പി തോമസ്, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷീബ ബിനോയി, ആശുപത്രി വികസന സമിതി അംഗം VC ജോസഫ്, ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ, HMC അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. വാർഡ് 1, വാർഡ് 2 എന്നീ പ്രദേശങ്ങളിൽ മഞ്ഞപ്പിത്തം പടർന്നു പിടിച്ചതായിട്ട് സ്ഥിരീകരിച്ചിട്ടുണ്ട്. 3-4 പേർക്ക് പരിശോധന ഫലമായി അഡ്മിറ്റ് ആവുകയും ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ മുന്നോടിയായിട്ട് പെരുവന്താനം ഗ്രാമപഞ്ചായത്ത് PHCയിൽ അടിയന്തരമായിട്ട് യോഗം വിളിച്ചു ചേർക്കുകയും ഡോക്ടർ ഉൾപ്പെടെ ഉള്ള അംഗങ്ങൾ പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അവിടെ ഒരു കുളവും വർഷങ്ങളോളം പഴക്കമുള്ള ഒരു കിണറുമുണ്ട്. ഈ കിണറ്റിൽ നിന്നുള്ള വെള്ളം ഉപയോഗിച്ചിട്ടാണോ ഈ രോഗം പിടിപെട്ടതെന്ന് സംശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവിടുത്തെ ജലപ്പെടുത്തുകൊണ്ട് പോയി പരിശോധനയ്ക്ക് കൊടുത്തിരിക്കുകയാണ്. പരിശോധനയുടെ ഫലം കിട്ടിയതിന് ശേഷം ഏത് കാരണത്താലാണ് ഈ രോഗം പടർന്നു പിടിച്ചിരിക്കുന്ന എന്നുള്ള കാര്യം ആലോചിക്കുകയും അതിന് വേണ്ട നടപടി PHCയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ദിവസങ്ങളിൽ അതിന് നടപടിയായിട്ട് മുമ്പോട്ട് പോകാനായിട്ട് പഞ്ചായത്ത് സമിതി ഉൾപ്പെടെയുള്ള ആൾക്കാരും എല്ലാം നല്ല സജ്ജമായിട്ട് നിൽക്കുന്ന ഈ സാഹചര്യത്തിലാണ് പെരുവന്താനം ഗ്രാമപഞ്ചായത്തിൻ്റെ 1-2 വാർഡുകളിൽ മഞ്ഞപ്പിത്ത രോഗബാധിതരുണ്ടെന്ന് ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് പറഞ്ഞ പോലെ കാലങ്ങളായുള്ള കിണർ ശുദ്ധീകരിക്കുന്നതിന് അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഭൂഗർഭ ജലവകുപ്പിന് വിവരം ധരിപ്പിച്ചിട്ടുണ്ട്. കൂടാതെ പ്രസിഡന്റും ഇവിടുത്തെ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളും HMC ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ അടിയന്തരമായിട്ട് ഇതിനുള്ള നടപടികൾ സ്വീകരിക്കുന്നതിന് വേണ്ടി ബന്ധപ്പെട്ട ജില്ലാ കലക്ടർക്കും DMOയ്ക്കും ആരോഗ്യമന്ത്രിക്കും ഒക്കെ വിവരം ധരിപ്പിച്ചിട്ടുണ്ട്. യുദ്ധകാല അടിസ്ഥാനത്തിൽ തന്നെ ഇതിനുള്ള സത്വര നടപടികൾ ഗ്രാമപഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും എല്ലാം ഉൾപ്പെടെ ഉള്ളത് സ്വീകരിച്ച് ജനങ്ങളുടെ ഭീതി അകറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ ഞങ്ങൾ സത്വരം സ്വീകരിക്കുന്നതാണ് എന്നുള്ള വിവരം അറിയിക്കുന്നു. നിലവിൽ 8 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത്. രോഗബാധ സ്ഥിരീകരിച്ചത് മുതൽ ആരോഗ്യവകുപ്പ് പ്രതിരോധ പ്രവർത്തനം ഊർജിതമാക്കിയിരുന്നു. 3 സ്രോതസ്സുകളിലെ ജലത്തിന്റെ സാമ്പിൾ പരിശോധനയ്ക്ക് അയച്ച് ഫലം കാത്തിരിക്കുകയാണ് ആരോഗ്യ വകുപ്പ്. ഫെസ്റ്റൂൺ ന്യൂസ്, മുണ്ടക്കയം.